ശ്രീനിത കൃഷ്ണനിലേക്ക് കൂടി സീതാറാം മിൽ ദേശത്തിനൊപ്പമാണ് ഇപ്പോൾ ശ്രീനിത ഉള്ളത്. ശ്രീനിത, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോ സീതാറാം മിൽ ദേശത്ത് നിൽക്കുകയാണ്. ഇവിടെ എവിടെ നോക്കിയാലും പുലികളുടെ ഒരു ആരവമാണ്. അപ്പോ നേരത്തെ സുർജിത്തും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുലികളി അല്ലെങ്കിൽ പുലിമടയിൽ നിന്ന് പുലികൾ ഇറങ്ങാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പൊ സീതാറാം മിൽ ദേശത്തിന്റെ അണിയറയിലുള്ള കാഴ്ചകളാണ്, പുലിമടയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഇതൊരു പുലി, ഇത് വരയ്ക്കാൻ പറ്റുന്ന മറ്റൊരു പുലി. പുലി എന്താണ്, എങ്ങനെയുണ്ട്? നമ്മളെ ഈ വരയും ചായം പൂശലൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അതെ, നമ്മള് പൊളിക്കും, തകർക്കൂടെ. നന്നായിട്ട് വരയ്ക്കുന്ന ആൾക്ക് സമ്മാനമൊക്കെ ഉണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. തൂക്കല്ല സമ്മാനം, നമ്മള് നോക്കുന്നു. അത് പറയാൻ പറ്റില്ല, ട്രൈ ചെയ്യും, നമ്മള് ശ്രമിക്കും, അത്രേ ഉള്ളൂ. പിന്നെ പുലിയുടെ വയറുണ്ടോ? ഇതിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ചേട്ടൻ ഇത് വരച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. കറക്റ്റ് പുലി, നല്ല നല്ല വയറൊക്കെ ഉള്ള പുലിയാണ്. പുലി എത്ര നാളായി പുലി വേഷം കിട്ടണു? ഞാൻ ഇവിടെ 2 വർഷമായി. നമ്മള് ഉഷാറായിട്ട് അങ്ങ് ചെയ്യും. അത് ചെയ്യും. നല്ല വെയിലൊക്കെ ഉണ്ടാവട്ടെ ചിലപ്പോ. ഞങ്ങക്ക് പ്രശ്നമല്ല, തൃശ്ശൂർക്കൊന്നും പ്രശ്നമില്ല. ഞാനും തൃശ്ശൂരാണ്, അപ്പൊ നമുക്ക് അതൊന്നും പ്രശ്നമില്ല. അതൊന്നും പ്രശ്നമുള്ള അവസ്ഥയൊന്നുമല്ല. നമുക്ക് അടിച്ച് പൊളിക്കാണ്ട്. ഇതിപ്പോ എത്ര സമയം എടുക്കും ഇത് ചെയ്യാനായിട്ട്? ഇതിപ്പോ ഒരു അരമണിക്കൂർ പിടിക്കും. എന്ത് തരം പുലിയാണ്? മീൻസ് കൊറേ ടൈപ്പ് പുലികളുണ്ടല്ലോ, പച്ചപ്പുലി, കരിമ്പുലി, പുള്ളിപ്പുലി, അങ്ങനത്തെ. ഇത് എന്ത് പുലിയാണ്? നമ്മളെ സാധാരണ നോർമൽ പുലില്ലേ, എന്താ പറയുന്നത്, ടൈഗർ എന്ന് പറയുന്നത്. ഓർമ്മ പുലിയാണെങ്കിൽ അതൊരു 1.5 പുലിയായിരിക്കും. അതെ അതെ, അതിന് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നേ. ഇനി സ്പെഷ്യൽ പുലികൾ കുറെ ഉണ്ട്, അവര് കുറച്ച് കഴിഞ്ഞിട്ട് എത്തുള്ളൂ. സസ്പെൻസ് ആണ്, നമ്മളെ കാണിക്കില്ല. സ്പെഷ്യൽ പുലികൾ വേറെ അണിയറയിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഏത് പുലി ഇറങ്ങിയാലും അതൊരു 1.5 പുലിയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റേതായ ചായക്കൂട്ടുകളൊക്കെ കാണാം. ഇതൊക്കെ ഒരുപാട് സമയം എടുത്തിട്ട് റെഡിയാക്കുന്നതാണ്. നമ്മൾ ഇന്നലെ തൊട്ടേ കണ്ടു, കുറെ മണിക്കൂറുകൾ എടുത്ത് ചായ മരച്ചുണ്ടാക്കിയ സ്പെഷ്യൽ ചായക്കൂട്ടുകളാണ്. അതിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് വേറൊരു പുലിയുണ്ട്, പുലിവേഷം കെട്ടുന്ന പുലിയല്ല, അണിയറ പ്രവർത്തനത്തിലുള്ള പുലി. നമ്മുടെ പ്രതീക്ഷേട്ടൻ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ. ഇപ്പൊ നമ്മൾ തുടങ്ങിയല്ലോ, പരിപാടികൾ ഇപ്പൊ തുടങ്ങി, ഇനിയിപ്പോ ആരംഭിച്ചു. നമ്മളൊരു 4 മണിക്കാണ് ഇവിടുന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് കുറെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. വ്യത്യസ്തമായ പുതിയ കാഴ്ചകളൊക്കെ ഉണ്ടാവും ഈ വട്ടം. അതന്നെ, സീതാറാമില് കുറെ വെറൈറ്റി സാധനങ്ങൾ ഇറക്കാൻ ഇത്തവണ ഉണ്ടാവുമായിരിക്കും അല്ലേ? വെറൈറ്റികൾ ഉണ്ടാവും ഈ വട്ടം. സമ്മാനം തൂക്കും. സമ്മാനം ആര് കൊണ്ടുപോകാൻ? ഞങ്ങൾക്ക് തന്നെയല്ലേ സമ്മാനം. അത്രയുള്ള സമ്മാനം ഞങ്ങൾക്കല്ല സമ്മാനം എന്നാണ് പറയുന്നത്. അപ്പൊ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. ഈ പറഞ്ഞതുപോലെ 9 ദേശങ്ങൾ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ തവണ 7 ദേശങ്ങളായിരുന്നു, ഇത്തവണ 9 ദേശങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തേക്കിൻകാട് മൈതാനം കുറച്ചും കൂടി അധികം, അതായത് 500-നടുത്ത് പുലികൾ ഇറങ്ങും. അപ്പൊ എല്ലാവരും ആവേശത്തിലാണ്, ഭയങ്കര ഉഷാറിലാണ്. പുലിവരയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ആ കാഴ്ചകളിലേക്കും എല്ലാം നമ്മൾ കൃത്യമായി എത്തിക്കും. ഈ പുലിമടകളിൽ കുറെ സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചതുപോലെ 24-ഉം കുറെ സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രേക്ഷകർ കാത്തിരിക്കുക. ശ്രീനിത കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.